ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് അങ്ങനത്തെ കുറച്ച് LEDs ആണ്. ഇത് പല കളർ LEDs ആണ്, ഒറ്റ കളറല്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ഡോട്ടഡ് PCB പീസാണ്. ഇങ്ങനത്തെ ലോങ് പീസ് തന്നെ വേണം. നമുക്കതൊരു ഫാൻ്റെ ലീഫമ്മ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ലോങ് ഒരു ഡോട്ടഡ് PCB പീസ് എടുത്തിട്ട് ഇങ്ങനെ ഓരോ LEDs ആയിട്ട് അതിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, പോസിറ്റീവ് ഒക്കെ ഒരു സൈഡിലേക്കും നെഗറ്റീവ് ഒക്കെ ഒരു സൈഡിലേക്കും വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എല്ലാ LEDസും ഞാനിവിടെ ഓർഡറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഓർഡർ ഒന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു LED മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാം. അതായത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടൊരു കളർ എടുക്കണം. സെന്റർ റിംഗ് ഫോം ചെയ്യേണ്ടതാണ്. അവിടെ നിന്ന് ഒരു 11 LEDs ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുക ഗ്രീനും റെഡും ആണ്. അത് കഴിഞ്ഞിട്ടുള്ള 5 എണ്ണം ഒരു കളറാണ്. അതായത് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂ ആണ്. പിന്നെ ഏറ്റവും അവസാനത്തെ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള സെയിം LED കളറാണ്. ഓക്കെ, ഈ ഓർഡറിൽ തന്നെ വെക്കുക. ഇനി ഈ സൈഡ് മൊത്തം നെഗറ്റീവ് ആണ്. ഇങ്ങോട്ട് വളച്ച് വെച്ചിട്ടുള്ള LEDസിന്റെ ലെഗ്സ് ഒക്കെ നെഗറ്റീവ് ആണ്, ഇങ്ങോട്ട് വളച്ച് വെച്ചിട്ടുള്ളതൊക്കെ പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലേക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ജോയിൻ ചെയ്തെടുക്കാൻ സുഖമായി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ LEDസും വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഒക്കെ കൂടി ഞാൻ ഒരുമിച്ചാണ് ഷോർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനത്തേക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് എടുത്തു. പോസിറ്റീവ് ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, LED ഓരോരോ ലെഗ്സ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയി വെച്ചിട്ടുണ്ട്. ഞാൻ ലെഗ്സിലൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് വെക്കണം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കൂടി വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ നാനോയിലേക്ക് കണക്ട് ചെയ്യാൻ. ഓക്കെ, ഞാൻ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. എല്ലാ ലെഗ്സിലും ഓരോ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഇനി റെസിസ്റ്റൻസിന്റെ അറ്റത്തിൽ നിന്നാണ് നമുക്ക് കണക്ഷൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഒക്കെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവിലൊക്കെ റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് നാനോ എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് LED കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് റെസിസ്റ്റൻസ് വെച്ചിട്ട് വേണം നമുക്ക് കൊടുക്കണമെങ്കിൽ. ഓക്കെ, അടുത്തത് നമുക്ക് ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു നാനോ ആണ്. ഇത് അർഡിനോ നാനോ ആണ്. നിങ്ങൾക്ക് മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പരിചയം ഉണ്ടാവും. ഈ നാനോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യണത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 9 വോൾട്ട് ബാറ്ററി ആണ്. ഒപ്പം തന്നെ ഞാൻ എൻ്റെ കണക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കണക്ടറിൻ്റെ നമുക്ക് സുഖമായി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് 9 വോൾട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ 9 വോൾട്ടിനെ ചെറുതാക്കി 5 വോൾട്ടാക്കി മാറ്റണം. അപ്പോൾ അതിന് 7805 എന്നുള്ളൊരു IC ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ IC 9 വോൾട്ടിനെ 5 വോൾട്ടാക്കി നമുക്ക് തരും. ഇതും ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഹാൾ എഫക്ട് സെൻസർ. അപ്പോൾ ഈ സെൻസറിന്റെ ഫസ്റ്റത്തെ വയർ 5 വോൾട്ടും രണ്ടാമത്തെ വയർ നെഗറ്റീവും മൂന്നാമത്തെ വയറാണ് സിഗ്നൽ. സിഗ്നൽ എന്ന് പറയുമ്പോൾ ഈ സെൻസറിന്റെ പ്രത്യേകത ഇതൊരു ഹാൾ എഫക്ട് സെൻസർ ആണ്. ഈ സെൻസർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വരാണെങ്കിൽ അപ്പൊ തന്നെ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് ഒരു കാന്തത്തിന്റെ അടുത്തൂടെ ഈ ഒരു ഹാൾ എഫക്ട് സെൻസർ പോവാണെങ്കിൽ അപ്പൊ തന്നെ ഒരു ആ ഫീൽഡ് കാരണം അപ്പൊ തന്നെ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ ഹാൾ എഫക്ട് സെൻസറിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഈ സെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ കറക്കം അറിയാൻ വേണ്ടിയിട്ടാണ്, എത്ര കറക്കായി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു വട്ടം കറങ്ങുമ്പോൾ അപ്പൊ തന്നെ ഈ ഒരു ഹാൾ എഫക്ട് സെൻസർ സിഗ്നൽ വരും. അടുത്ത് ഞാൻ ഈ 7805 കണക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 7805 എന്നാണ് ഈ ICയുടെ പേര്. 9 വോൾട്ടിന് 5 വോൾട്ടാക്കി മാറ്റുന്നു. ഇതിന്റെ ആദ്യത്തെ ലെഗ് എന്ന് പറയുന്നത് 9 വോൾട്ട് കണക്ട് ചെയ്യാനുള്ള ലെഗാണ്. ഓക്കെ, 9 വോൾട്ട് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യുക പ്ലസ്. അടുത്തത് നെഗറ്റീവ് കണക്ട് ചെയ്യുക, അതായത് ബാറ്ററി പറഞ്ഞാൽ നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തെ ഈ ഒരു പിൻ എന്ന് പറയുന്നത് നമുക്ക് 5 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഡറിലാണ് ഇത്. ആദ്യത്തെ പിൻ 9 വോൾട്ട് കണക്ട് ചെയ്യുക, രണ്ടാമത്തെ പിൻ ഗ്രൗണ്ട് ആണ്, മൂന്നാമത്തെ പിന്നിലാണ് നമുക്ക് 5 വോൾട്ട് കിട്ടുക. അപ്പോൾ ഗ്രൗണ്ട് കോമൺ ഗ്രൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബാറ്ററി കണക്ടർ ഒന്ന് ഇതിൽ സോൾഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രം വരുന്നത്. അപ്പോൾ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ LED കണക്ട് ചെയ്തിട്ടുള്ള D2ലേക്കാണ്. ഞാൻ നിങ്ങളോട് ആദ്യത്തെ LED പറഞ്ഞിട്ടുണ്ടായിരുന്നത് D2ലേക്ക്. അങ്ങനെ നേരെ ഓർഡറിൽ നമ്മൾ കണക്ട് ചെയ്ത് പോവാണ്. ഇനി ഹാൾ എഫക്ട് സെൻസർ മാത്രം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് A0ലേക്കാണ്. ഞാൻ ഒരു ഔട്ട്പുട്ടിന്റെ ഒരു വയർ പറഞ്ഞിരുന്നല്ലോ, ആ വയർ കണക്ട് ചെയ്യേണ്ടത് A0ലേക്കാണ്. ബാക്കിയൊക്കെ ആ ഒരു ഓർഡറിൽ തന്നെ കണക്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി കോഡ് ബേൺ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്ടർ എടുക്കാം. എന്നിട്ട് OTG കണക്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മുടെ നാനോയിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോണിലേക്ക് കുത്താം. അപ്പോൾ USB ഡിവൈസ് അറ്റാച്ച്ഡ് കാണിക്കും. ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ട് ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കോഡ് കോപ്പി എന്നിട്ട് പേസ്റ്റ് ചെയ്യുക ഇതിലേക്ക്. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഒരു മുകളിൽ ഡൗൺലോഡ് ബട്ടൺ കാണാം. അത് ഞെക്കുമ്പോൾ സ്കെച്ച് അപ്ലോഡ് എന്ന് കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ഫാൻ്റെ ലീഫുമേക്ക് ആ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ LEDs ഒക്കെ നിരനിരയായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ സെന്റർ ഭാഗത്ത് ഒരു ഹോൾ ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ ആക്സിസിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. സെൻട്രായി കറക്റ്റ് ഒരു ആക്സിസിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ അവിടെ നിന്നുള്ള എല്ലാ വയർ കണക്ഷനും നാനോയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓർഡറിൽ. ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് LED എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ LED. അപ്പോൾ ഒന്നാമത്തെ LED D2ലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ LED D3ലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതേ ഓർഡറിൽ മൂന്നാമത്തെ LED D4, നാലാമത്തെ LED D5. അങ്ങനത്തെ ഓർഡറിൽ ഇങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ LED എവിടെ നിന്നാണെന്ന് ആലോചിക്കുക. ഫസ്റ്റ് LED
എന്നിട്ട് ആ ഓർഡറിൽ തന്നെ കണക്ട് ചെയ്യുക. അപ്പോൾ ഓർഡർ മാറാണ്ട് കറക്റ്റ് ശ്രദ്ധിച്ച് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നാനോയിലേക്ക് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ 7805 ഇവിടെ ഉണ്ട്. അവിടെ നിന്നുള്ള 5 വോൾട്ട് നേരെ എടുത്തിട്ട് നാനോരെ പിന്നിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന 5 വോൾട്ട് 9 വോൾട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കയറും. ഇവിടെ നിന്നുള്ള 5 വോൾട്ട് ഞാൻ ജസ്റ്റ് ആ 5 വോൾട്ടിൻ്റെ പിന്നിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ നാനോയിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ഹോൾ എഫക്ട് സെൻസർ ഇതാ ഈ ഒരു വക്കത്താണ് വെച്ചിട്ടുള്ളത്. കാരണം കറങ്ങുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും തെറ്റത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാന്തത്തിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയൊരു ഭാഗത്താണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. എങ്കിൽ ആ ഫീൽഡ് വരുമ്പോൾ അത് ആ ഹോൾ എഫക്ട് സെൻസർ കറക്റ്റ് മനസ്സിലാക്കുള്ളൂ. ഇനി ബാറ്ററി ഞാൻ സെൻറ്ററിലാണ് വെച്ചിട്ടുള്ളത്. കാരണം തെറിച്ച് പോകാൻ സാധ്യത കുറവ് ബാറ്ററി സെൻറ്ററിൽ വയ്ക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള വശങ്ങളിലാണെങ്കിൽ തെറിച്ച് പോകും ബാറ്ററി. അപ്പോൾ സൂക്ഷിക്കുക, സെൻറ്ററിൽ തന്നെ വയ്ക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമ്മുടെ നാനോ ഒക്കെ ഓണായി. മുകളിലത്തെ ആ ഒരു LED കത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക. ബാറ്ററി സെൻറ്ററിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ഫാനിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഈ സൈഡിൽ ഞാനൊരു മാഗ്നറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ലീഫ് ഇങ്ങനെ വരാണെങ്കിൽ നമ്മുടെ ലീഫ് ഇങ്ങനെ വരാണെങ്കിൽ നോക്കുക. ഇവിടെയാണ് കാന്തം വെച്ചിട്ടുള്ളത്. ആ കാന്തം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റാക്കി വെക്കുക. കാരണം വൈബ്രേഷൻ വരുന്ന സ്ഥലമാണ്. ടൈറ്റായി വെച്ചിട്ട് നമ്മുടെ ഈ സെൻസർ അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സെൻസർ ഇത് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. സെൻസർ എവിടെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിനടുത്തുകൂടെ ഇങ്ങനെയാണ് കറങ്ങുമ്പോൾ ഇങ്ങനെയാണ് അത് പാസ് ചെയ്ത് പോവുക. ഓക്കെ, ഇങ്ങനെ തൊട്ടില്ലാത്ത രീതിയിലാണ് പാസ് ചെയ്ത് പോവുക. ആ ടൈമിലാണ് നമ്മുടെ ഫീൽഡ് ഹോൾ എഫക്ട് സെൻസർ ഡിക്റ്റേറ്റ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു കൊടുക്കും നാനോയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ലൈറ്റിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് കാണാണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ അടുത്തൂടെ പോകുമ്പോൾ അവിടെ ഒരു കണ്ടോ ആ LEDs ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ഫാസ്റ്റിൽ കറങ്ങുമ്പോഴാണ് നമ്മുടെ ക്ലോക്കായി മാറുക കറക്റ്റ്. ഓക്കെ, ഞാൻ നമ്മുടെ ഫാനിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി നോക്കാം. ഫാനിലേക്ക് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലീഫ്. ഇനി ഞാൻ ഇവിടെ കാന്തം നിങ്ങൾക്ക് നേരത്തെ കണ്ടുല്ലോ. ആ കാന്തത്തിൻ്റെ അടുത്തോടെ ജസ്റ്റ് പാസ് ചെയ്ത് പോകണ്ട. LED ഒന്ന് ബ്ലിങ്ക് ചെയ്യാനുണ്ടോ ജസ്റ്റ് അങ്ങനെ പാസ് ചെയ്യുമ്പോൾ കണ്ടോ സ്പീഡിൽ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും. നമുക്ക് ഓണാക്കി വെക്കാം. ഓണാക്കി നോക്കുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ട് ഫാനിന്. ഓക്കെ, ജസ്റ്റ് അവിടെ ഒരു സൂചിയൊക്കെ ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുട്ടത്ത് വെച്ച് നോക്കാം. ഓക്കെ, ഇരുട്ടത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ആദ്യത്തെ ആ ഒരു ടൈമിൽ സ്പീഡ് അറ്റൈൻ ചെയ്യണവരെ ഒന്നിങ്ങനെ ഇതാവും. എന്നിട്ട് സ്പീഡ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സൂചി വർക്ക് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡ്സ് നീങ്ങുന്നുണ്ട്. ഇനി ചിലവർക്ക് സംശയം ഉണ്ടാവും ഇത് സെക്കൻഡ് സൂചി നീങ്ങുന്നുണ്ടോ എന്ന്. അതിനു വേണ്ടി ഞാൻ സ്പീഡിലൊന്ന് കാണിച്ചു തരാം. അത്ര വെയിറ്റ് ചെയ്യാണ്ട് സ്പീഡിൽ ഓടിക്കുകയാണ് സെക്കൻഡ് സൂചി. ഓക്കെ, നിങ്ങൾക്ക് നോക്കി കാണാം. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും കറക്റ്റ് നമ്മുടെ മിനിറ്റ് സൂചി മാറുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊക്കെ സഹായിക്കുക. ഒരു കിടിലൻ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.